ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ട്രെൻഡിങ് ഫോണുകളിൽ ഒന്ന് ഉണ്ട്, ഷവോമി 14. വൺ ഓഫ് ദ മോസ്റ്റ് ട്രെൻഡിങ് ഫോൺ എന്ന് പറയാൻ കാര്യം ആ ഒരു പ്രൈസ് റേഞ്ചിലും ലിറ്ററലി ആ ഒരു സ്പെസിഫിക്കേഷനിലും 3-4 ഫോൺ അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. 3-4 ഫോൺ എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉള്ളത് ഷവോമി 14 ഉണ്ട്. അതിൻ്റെ കൂടെ സെയിം സ്പെക്കും ഏകദേശം സെയിം റേഞ്ചിലും വരുന്ന ഫോണുകളിൽ ഒന്നാണ് OnePlus 12, സാംസങ് S24, പിന്നെ iQOO 12. ഇതിൽ iQOO 12 പ്രൈസ് റേഞ്ച് ഒത്തിരി കൂടെ താഴ്ന്നു നിൽക്കുകയാണ്. പക്ഷേ സ്പെക്ക് എല്ലാം ഓൾമോസ്റ്റ് ഈ ഫോണുകൾക്കെല്ലാം സിമിലറാണ്. സോ അതിൽ നമ്മളതിൽ ഇന്ന് ഷവോമി 14 ഉണ്ട്. നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, കമാൺ. Yes. Xiaomi 14 made in India, co-engineered with Leica. So പെട്ടിയിലെ മറ്റ് ഇൻഫോർമേഷൻസ്: Leica പ്രൊഫഷണൽ ഒപ്റ്റിക്കൽ ലെൻസ്, സ്നാപ്ഡ്രാഗൺ 8th Gen 3, ഹൈ സ്പീഡ് LPDDR5X RAM, UFS 4 സ്റ്റോറേജ്. അതൊരു കിടിലം ഫീച്ചറാണ്. UFS 4 എന്ന് പറയുമ്പോൾ അത് സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഇതിനകത്ത് നമുക്ക് മെമ്മറി ഉള്ളൂ. ഇതിപ്പോൾ 512 GB ആണ്. അപ്പോൾ ആ 512 GB നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ നടത്തുമ്പോൾ അത് മീൻസ് നല്ല സ്പീഡിൽ നടക്കും. അത് UFS 4 ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഉള്ളതിൽ നല്ല ഹൈ സ്പീഡ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്ന ടെക്നോളജിയാണ് UFS 4 ആയിട്ട് അവർ പറയുന്നത്. പിന്നെ AMOLED 120 Hz ഡിസ്പ്ലേ, 90 വാട്ട്സിൻ്റെ ഹൈപ്പർ ചാർജ്, 50 വാട്ട്സ് വയർലെസ് ടർബോ ചാർജ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത്രയാണ് പെട്ടിയിൽ അവർ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പെട്ടി പൊട്ടിക്കാം. ഓ, ഇതിനുള്ളിൽ ഇങ്ങനൊരു സംഭവം. അത് യെസ്, ഇതിനകത്ത് നമ്മളുടെ ഷവോമിയുടെ ഫോൺ ഇരിപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും നോക്കാം. ഇതിനകത്തൊരു സിം ഇജക്റ്റിംഗ് ടൂളുണ്ട്. പിന്നെ ഇതിനുള്ളിലൊരു കേസ്, ഒരു ഇനീഷ്യൽ ഗൈഡ്. നൈസ് ഒരു മറ്റേ സിലിക്കൺ കേസാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേസാണ്. നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയുന്നുണ്ട്. വീണാൽ കോർണറിലൊന്നും അത്ര ഒരു ഷോക്ക് അബ്സോർബിങ് സംഭവങ്ങളായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഇനിഷ്യലി നമുക്ക് ഇടാം. വേറൊരു പുതിയ കേസ് വാങ്ങുന്നതിന് വരെ നമുക്ക് അത്യാവശ്യം ഈ കേസ് ഇടാം. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള കേസാണ്. വേറെ പിന്നെ അതിനകത്തൊന്നുമില്ല. പിന്നെ ഇതിനുള്ളിൽ വേണ്ടേ നമ്മളെ ഫോൺ ഇരിപ്പുണ്ട്. ഫോൺ നമുക്ക് പിന്നെ നോക്കാം. അതിനകത്ത് നമുക്കൊരു ചാർജർ, ഒരു 120 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫോൺ 90 വാട്ട്സിലാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അഡാപ്റ്റർ 120 വാട്ട്സിൻ്റെ തന്നിട്ടുണ്ട്. ഒരു Type A to Type C കേബിളും വന്നിട്ടുണ്ട്. സോ നമുക്കിനി ഫോൺ നോക്കാം. ഈ ഫോൺ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏകദേശം സെയിം പ്രൈസ് സെഗ്മെൻറ്റിലും സെയിം സ്പെസിഫിക്കേഷനിലും 3-4 ഫോണുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോം ഫാക്ടറാണ്. കണ്ടില്ലേ, ഇത് ആക്ച്വലി ഒരു ചെറിയ ഫോണാണ്. കറക്റ്റ് നോക്കിയാൽ 6.3 ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. നമ്മളെ ബാക്കി എല്ലാ ഫോണാണ്, ഇപ്പോൾ OnePlus 12 ആണെങ്കിലും iQOO 12 ഒക്കെ ആണെന്നുണ്ടെങ്കിലും 6.7, 6.8 ഒക്കെയാണ് സ്ക്രീൻ സൈസ് വരുന്നത്. സ്ക്രീൻ സൈസ് ഒബ്വിയസ്ലി നമുക്ക് വലിയ സ്ക്രീൻ സൈസ് ആവശ്യമുള്ളവർക്ക് അത് തന്നെ ചൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺസിലൊന്ന് ഇതിൻ്റെ ഈ ഫോം ഫാക്ടറാണ്. എൻ്റെ ഒരു ചെറിയ കൈയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഹാൻഡി ആയിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ലൈറ്റായിട്ട് കയ്യിലിരിക്കും. ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഫോൺ നിൽക്കുന്നുണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സിലൊന്ന്. അത് മീൻസ് ഇതിൻ്റെ സ്പെക്കിൽ നമുക്കിത് പൊളിക്കാം. യെസ്, കണ്ടില്ലേ, അത്യാവശ്യം സ്ലിമ്മാണ്. ഹെവി ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എന്നാലും അത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ക്യാമറ മോഡ്യൂളിൻ്റെയാണ് ശരിക്കും മെയിനായിട്ട് ഈ വെയിറ്റ് കയറുന്നത്. ഇതിൽ കണ്ടില്ലേ, ക്യാമറ മോഡ്യൂൾ പ്രൊജക്റ്റായിട്ട് നിൽക്കണേ.
ഇതിൽ താഴെ ബോട്ടം സൈഡിൽ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്, ഒരു സ്പീക്കർ വരുന്നുണ്ട്, സിം ഇടാനുള്ള സിം ട്രേ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് പവർ ബട്ടൺ വരുന്നുണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ മെയിൻ ക്യാമറ മൊഡ്യൂൾ, 3 ക്യാമറയുടെ ഒരു മൊഡ്യൂള്, പിന്നെ നമുക്ക് സെൽഫി ക്യാമറ വരുന്നുണ്ട്. ക്യാമറ മൊഡ്യൂളിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം സ്ക്രീനിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. സ്ക്രീൻ എന്ന് പറയുന്ന ഒരു 6.3 ഇഞ്ച് LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1000 nits, ടിപ്പിക്കലി 1000 nits. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് നമുക്ക് 3000 nits കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സണ്ണി ഡേയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിനൊന്നും പ്രശ്നം വരില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും വരുന്ന ബ്രൈറ്റ്നസ് തന്നെയാണ് ഇതിലും വരുന്നത്. പ്രോസറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്നാപ്ഡ്രാഗൺ 8th Gen 3 പ്രോസർ വരുന്നുണ്ട്, ഒക്ടാകോർ പ്രോസറാണ്. മെമ്മറിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് 12 GB റാമും LPDDR5X 12 GB റാമും 512 GB ഇന്റേണൽ സ്റ്റോറേജുമാണ് വരുന്നത്. നമുക്ക് എക്സ്ട്രാ SD കാർഡൊന്നും ഇടാൻ പറ്റില്ല, അതിനുള്ള സ്ലോട്ടൊന്നും വരത്തില്ല. പിന്നെ 512 GB ഇന്റേണൽ മെമ്മറി എന്ന് പറഞ്ഞത് UFS 4 ആണ് വരുന്നത്. സോ നമുക്ക് ഇന്റേണൽ ഡാറ്റ ട്രാൻസ്ഫറിനും കാര്യങ്ങൾക്കും ഒക്കെ നല്ല സ്പീഡിൽ പരിപാടികൾ നടക്കും. പിന്നെ ഈ USB Type-C വരുന്നത് നമുക്ക് 3.2 ആണ് Type-C വരുന്നത്. സോ ഇതുവഴിയുള്ള ഡാറ്റ ട്രാൻസ്ഫർ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നടക്കും. പിന്നെ നോർമൽ കേസിൽ ഞാൻ ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിച്ചു, സാധാരണ നമ്മൾ ഈ MIയുടെ ഫോണിനകത്തെല്ലാം നമുക്കൊരു ഈ ഒരു ഇൻഫ്രാറെഡിൻ്റെ IR ബ്ലാസ്റ്ററിൻ്റെ ഒരു സെൻസർ കൂടെ വരുന്നതാണ്. അത് ഇതിനകത്ത് സൈഡിലും ബാക്കിലും ഒന്നും ഞാൻ കാണുന്നില്ല. സോ ഇനി ഇതിനകത്ത് ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞത്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. നമുക്ക് വാട്ടറിൽ 1.5 മീറ്റർ 30 മിനിറ്റ്സ് വരെ വെള്ളത്തിൽ മുക്കിയിടാം എന്ന് ഷോമി പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ ക്യാമറ മോഡ്യൂളിനെ പറ്റി മെയിനായിട്ട് അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. ക്യാമറ മോഡ്യൂളിനെ പറ്റി പറയുമ്പോഴത്തേക്ക് 50 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറാസ് വരുന്നുണ്ട്. ഓക്കെ, ഒന്നൊരു 23mm ക്യാമറ, ഒരു 75mm ക്യാമറ, ഒരു 14mm വൈഡ് ആംഗിൾ ക്യാമറ. ഈ 23mm എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ കേസിൽ യൂസ് ചെയ്യുന്നത് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഓപ്പൺ ആവുന്ന ലോഞ്ച് ചെയ്യുന്ന ക്യാമറ ഇതിലായിരിക്കും. നമുക്ക് 75mm കുറച്ച് സൂം ചെയ്തെടുക്കുന്ന ക്യാമറയാണെന്നുണ്ടെങ്കിൽ 75mm യൂസ് ചെയ്യാം. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഈ 23mmലും 75mmലും നമുക്ക് വരുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അത് വെച്ചിട്ട് എടുക്കാം. ഈ വൈഡ് ആംഗിളും സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്, പക്ഷേ അത് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ അല്ല, ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ ആണ്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ആണ് ആ വൈഡ് ആംഗിൾ ക്യാമറയ്ക്കകത്ത് വരുന്നത്. അതുപോലെ ഈ 75mm ടെലിഫോട്ടോ ലെൻസ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് മാക്രോ ഫോട്ടോസും എടുക്കാൻ പറ്റും. നല്ല ക്ലോസ് ആയിട്ട് നല്ല മാക്രോ ഫോട്ടോസ് എടുക്കാനും പറ്റും. പിന്നെ ഈ മെയിൻ ക്യാമറയ്ക്കകത്ത്, അതായത് 23mm വരുന്ന ക്യാമറയ്ക്കകത്ത് നമുക്ക് 1.6mm ആണ് ഓപ്പണിംഗ് വരുന്നത്. 1.6mm ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെൻസിൻ്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ അത് മാക്സിമം തുറന്നിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലോ ലൈറ്റ് സിറ്റുവേഷനിലൊക്കെ ഫോട്ടോസോ വീഡിയോസോ എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം ലൈറ്റ് സെൻസറിലേക്ക് വീഴും, മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് നോയ്സ് കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ലോ ലൈറ്റിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ട്. ബാക്കി നമ്മുടെ ടെലി ലെൻസിനകത്തും ടെലി ലെൻസിനകത്ത് 2.0യും വൈഡ് ആംഗിൾ ലെൻസിനകത്ത് 2.2 ആണ് ഓപ്പണിംഗ് വരുന്നത്. ഓക്കെ, അതും ശരിക്കും മോശമല്ലാത്ത ഓപ്പണിംഗ് ആണ്. നമുക്ക് ടെലി ലെൻസ് ഉപയോഗിച്ചിട്ടും 2 ഓപ്പണിംഗ് അത്യാവശ്യം ലൈറ്റ് വീഴുന്നതാണ്. എന്നാലും 1.6 എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ലൈറ്റ് അതിനകത്ത് കയറും. സോ നമുക്ക് ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ നല്ല രീതിയിൽ നോയ്സോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 8K 30 FPS മെയിൻ ക്യാമറയിൽ എടുക്കാൻ പറ്റും. 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് 10 ബിറ്റ് ഡോൾബി വിഷനിലും 10 ബിറ്റ് ലോഗിലും ഷൂട്ട് ചെയ്യാൻ ഈ ക്യാമറ ഉപയോഗിച്ച് പറ്റും. പിന്നെ നമ്മളെ സെൽഫി ക്യാമറ, അതായത് ഫ്രണ്ട് ക്യാമറയുടെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് 32 MP മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസും എടുക്കാം. പിന്നെ വീഡിയോയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു ഫീച്ചറല്ലേ. കാര്യം നമുക്ക് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഈസിലി നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ 60 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും എടുക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഇതിൽ വരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ക്യാമറയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമുക്കൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ക്യാമറ പാക്കേജാണ് ശരിക്കും ഇതിൽ വരുന്നത്, അല്ലേ? നമുക്കൊരു 1 ഇഞ്ച് സെൻസറാണ് ശരിക്കും ഈ മെയിൻ ക്യാമറയ്ക്കകത്ത് വരുന്നത്. സോ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് സ്പെക്ക് വൈസ് നോക്കാം. നമുക്കത് എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂസ് ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും സ്പെക്ക് വൈസ് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കിടിലം സ്പെക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഓൺ ആക്കാം. യെസ്, ഓണായി വരുന്നുണ്ട്. MI പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ശരിക്കും എനിക്കിതിൻ്റെ ഷവോമി HyperOS. ഈ HyperOS ഔട്ട് ഓഫ് ദ ബോക്സ് HyperOS ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഷവോമിയുടെ എല്ലാ ഫോണുകൾക്കും HyperOSൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും HyperOS വന്നപ്പോഴത്തേക്കും മുന്നേ MIUI ആയിരുന്നു ശരിക്കും ഷവോമിയുടെ ഫോണിലെല്ലാം വന്നുകൊണ്ടിരുന്ന OS എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക്
ഹൈപ്രോയ്സ് ആയിട്ട് മാറി വരുന്നത്. മിക്കവാറും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരുമാതിരിപ്പെട്ട ഫോണിലെല്ലാം വരുന്നുണ്ട്. എനിക്ക് നോട്ട് 12 ഒക്കെ വരുന്നുണ്ട്, റെഡ്മി നോട്ട് 12 വരുന്നുണ്ട്. ചെക്കിംഗ് ഫോർ സിം കാർഡ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇ സിം ആഡ് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് തൽക്കാലം നമ്മൾ സിം ഇടുന്നില്ല, സിം ഇടാൻ നമുക്ക് ഓണാക്കി നോക്കാം. എന്നാലും ഈ സിം ഇടണമെന്നുള്ളവർക്ക് ഈ സിം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈപ്രോയ്സിൻ്റെ കാര്യമാണ്. സോ നമ്മളെ ഷവോമി, നമ്മളെ ആപ്പിളിൻ്റെ എക്കോസിസ്റ്റം, ആപ്പിൾ അവരുടെ എക്കോസിസ്റ്റം ചെയ്യുന്ന പോലെ ഷവോമിയും ഹൈപ്രോയ്സ് യൂസ് ചെയ്തിട്ട് അവരുടെ ഫോൺ, വെയറബിൾസ്, അതായത് വാച്ച്, അങ്ങനെയുള്ള സാധനങ്ങൾ, അവരുടെ ടാബ്ലറ്റ്, അവരുടെ ലാപ്ടോപ്പ്, പിന്നെ ഇപ്പോൾ ഒരു കാർ ഇറക്കുന്നുണ്ട്, അതിൻ്റെ ഓയിസും എല്ലാം കൂടെ ആയിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ശരിക്കും ഹൈപ്രോയ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡലിൽ 12 GB റാമും 512 GB ഇൻറ്റർണൽ മെമ്മറി ആയിട്ടുള്ള മോഡലാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ 3 കളേഴ്സ് ഉണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ ഒരു മാറ്റ് ബ്ലാക്ക് കളർ വരുന്നുണ്ട്, പിന്നെ ഒരു ജെയ്ഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് പച്ച കളർ വരുന്നുണ്ട്, പിന്നെ വൈറ്റ് ആയിട്ടുള്ള മോഡൽ. ഈ ജെയ്ഡ് ഗ്രീൻ ശരിക്കും ഗ്ലാസ് തന്നെയാണ്, മീൻസ് ഗ്ലോസി ഫിനിഷ് തന്നെയാണ് ബാക്കിൽ. വൈറ്റ് എനിക്ക് തോന്നുന്നു അതും ഗ്ലോസി ഫിനിഷ് തന്നെയാണ്. ഇത് ബ്ലാക്ക് മാത്രമേ നമുക്ക് മാറ്റ് വരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. സോ അങ്ങനെ 3 കളേഴ്സാണ് ഇന്ത്യയിൽ അവൈലബിൾ. പുറത്ത് എനിക്ക് ഒരു കളറും കൂടെ പുറത്ത് അവൈലബിൾ ഉണ്ട്. എൻ്റെ കൈ ചെറുതായതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫോം ഫാക്ടറിൽ ഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ. എനിക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പിടിക്കാനും ടൈപ്പ് ചെയ്യാനും ഒക്കെ ശരിക്കും ഇതാണ് എനിക്ക്. സോ കുഞ്ഞ് കൈയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോണാണ് കേട്ടോ. കൊള്ളാം, ഡിസ്പ്ലേ ഒക്കെ നൈസാണ് കേട്ടോ. നല്ല ഫ്ലൂയിഡിക്കായിട്ട് ഒഴുകി നിൽക്കുന്ന ഡിസ്പ്ലേ. ഓക്കെ, ഫൈനലി വി ആർ ഓൾ സെറ്റപ്പ് കംപ്ലീറ്റ്. യെസ്, ഓക്കെ. നമ്മൾ ഓണാക്കി വന്നപ്പോഴത്തേക്ക് തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷവോമി ആക്ച്വലി MI 14 4 years 4 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും, അതായത് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് 4 വർഷവും സെക്യൂരിറ്റി അപ്ഡേറ്റ് 5 വർഷവും തരുന്നുണ്ട്. സോ നമ്മൾ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, നൈസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. സ്മൂത്തായിട്ട് ഓടുന്നില്ലേ? നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. ഓക്കെ, കുറച്ച് ബ്ലോട്ട്വെയർസ് ഒക്കെ അത് ഷവോമി പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷേ ബ്ലോട്ട്വെയർസ് എന്ന് പറയാനില്ല. നമുക്ക് ഈ പറയുന്ന ആമസോണിൻ്റെ ആപ്പുകൾ, ഈ സ്നാപ്ചാറ്റിൻ്റെ ആപ്പ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം, അങ്ങനെയുള്ള കുറേ ഇൻബിൽറ്റ് ആപ്പുകൾ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഫിറ്റ്ബിറ്റിൻ്റെ ആപ്പുകളൊക്കെ വന്നിരിക്കുന്നത്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഈ പറയുന്ന പോലെ ഹൈപ്രോയ്സ് ശരിക്കും MIUI-ക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സൈസൊക്കെ, സ്റ്റോറേജ് സൈസൊക്കെ നോക്കിയാൽ പോലും നമുക്കത് അറിയാൻ പറ്റും. നല്ല ചെറിയ സൈസിലാണ് പുതിയ ഹൈപ്രോയ്സിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ട്രാൻസിഷനും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ ഓടുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്കുകളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു 4610 mAh എങ്ങാണ്ട് ബാറ്ററിയാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ വരുന്ന ഫോണുകളിൽ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇത്തിരി കപ്പാസിറ്റി കുറഞ്ഞ ബാറ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ സൈസ് അതനുസരിച്ച് ചെറുതാണ്. സോ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ OnePlus 12 വരുന്ന 5600 mAh ബാറ്ററി മറ്റോ ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് 6.8 ഇഞ്ച് സ്ക്രീനാണ്, ഇത് 6.3 ഇഞ്ചാണ്. സോ നമുക്ക് അതനുസരിച്ച് ബാറ്ററി കൺസപ്ഷൻ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഇതിനകത്തും OnePlus-നകത്തും എല്ലാം സെയിം ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് കിട്ടാനാണ് സാധ്യത. നമുക്ക് കിട്ടിയിരിക്കുന്ന അഡാപ്റ്റർ 120 watts സപ്പോർട്ട് ചെയ്യുന്ന അഡാപ്റ്ററാണ്. പക്ഷേ നമുക്ക് ഫോണിനകത്ത് 90 watts പറ്റും. നമുക്ക് നോക്കാം എത്ര ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ 50 watts വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 10 watts റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വീഡിയോ ക്വാളിറ്റി ഒക്കെ ഇടും, നല്ല സ്മൂത്താണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് 120 Hz ആണ്, 1 to 120 Hz ആണ് കേട്ടോ. അത് അഡാപ്റ്റീവ് ഡൈനാമിക് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫോൺ ഐഡിയലായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ 1 Hz നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഗെയിമോ കളിക്കുമ്പോഴത്തേക്ക് എത്ര ഹെഡ്സ് ആണോ വേണ്ടത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട്, അതായത് നമുക്കിപ്പോൾ ഫോൺ ഐഡിയലായിട്ടിരിക്കുമ്പോഴത്തേക്ക് 1 Hz ഇരുന്നോളൂ. അപ്പോൾ അതനുസരിച്ച് ബാറ്ററി കൺസപ്ഷൻ കുറയും. പിന്നെ നമ്മളിപ്പോൾ ഒരു 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ് കളിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റിഫ്രഷ് റേറ്റ് 120 Hz തനിയെ മാറിക്കോളും. നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം 120 Hz വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് ഇടാൻ പറ്റും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് റീഡർ വരുന്നുണ്ട്. അത് പക്ഷേ ഒപ്റ്റിക്കൽ തന്നെയാണ്, അൾട്രാസോണിക് ഒന്നും ആക്കിയിട്ടില്ല. ഒപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ വെക്കുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് റീഡ് ചെയ്തെടുക്കുന്നത്. സൈഡിലൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു ഐഫോണിന്റെ സ്റ്റൈലിലൊക്കെ തന്നെയാണ്. ഈ സൈഡിലൊക്കെ ഒരു ബോക്സി ഡിസൈൻ ആണ്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ബാറിന്റെ ഒക്കെ സ്റ്റൈലും പാറ്റേണും ഒക്കെ മാറിയിട്ടുണ്ട്. അത് ഹൈപ്രോയ്സിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് അതെല്ലാം. ഇനി നമുക്ക് ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഒരെണ്ണം നമ്മളുടെ ഈ സ്പീക്കർ തന്നെയാണ് കേട്ടോ. 2 സൈഡിലുണ്ട്. ഒന്ന് ഇതും പിന്നെ നമ്മളുടെ ഈ ഇയർ പീസ് ഉണ്ടല്ലോ, ഇതും സ്പീക്കറായിട്ട് തന്നെ വർക്ക് ചെയ്യും.
നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ കൊള്ളാം, നൈസ് ആയിട്ടുള്ള അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഷവോമിയുടെ സൈറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇത് 6999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ നിങ്ങൾ ICICI കാർഡ് അല്ലെങ്കിൽ HDFC കാർഡ്, പിന്നെ എനിക്ക് തോന്നുന്നു അമെക്സിൻ്റെ കാർഡോ മറ്റോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000 ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. അതുകൂടാതെ 24 മന്ത്സ് നോ കോസ്റ്റ് EMI ആപ്ലിക്കബിൾ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഇതെല്ലാം എനിക്കൊന്ന് ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം ഈ ഓഫേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഫോണുണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഷവോമിയുടെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ എക്സ്ചേഞ്ച് വാല്യൂ പഴയ ഫോണിന് കിട്ടാൻ സാധ്യത. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഷവോമിയുടെ സൈറ്റിൽ നിന്നിട്ട് ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ട് 4 ദിവസങ്ങളിൽ എനിക്ക് ഫോൺ കിട്ടി. സോ ഇനി നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ക്യാമറ പെർഫോമൻസ് എങ്ങനെയുള്ളത് ചെക്ക് ചെയ്യണം, കോളിംഗ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. മെയിനായിട്ട് ക്യാമറയുടെ തന്നെ എത്രത്തോളം ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ എത്ര കിടിലുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എത്ര നന്നായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നോക്കണം, അതായത് എത്ര ടൈമിൽ ബാറ്ററി നമുക്ക് 0 to 100 ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, എത്ര പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നുണ്ട്, അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഫോൺ എടുക്കാൻ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അറിയുന്ന ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഫോൺ എടുക്കാൻ അർജൻറ്റായിട്ട് ഫോൺ എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഷവോമി 14 നോക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് സിനിമയൊക്കെ ഫോണിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കുറച്ചുകൂടെ വലിയ സൈസ് സ്ക്രീനുള്ള ഏതെങ്കിലും ഒരു ഫോൺ നോക്കുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ ഇതിൽ സിനിമ കാണാൻ പറ്റത്തില്ല എന്നല്ല, പക്ഷേ സിനിമ കാണുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറച്ചുകൂടെ വലിയ സൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻ സൈസ് മതി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ പോകാവുന്നതേ ഉള്ളൂ. സോ അത്രയൊക്കെയാണ് നമുക്ക് MI ഷവോമി 14ൻ്റെ ഫസ്റ്റ് ഇംപ്രഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര അങ്ങനെ ബെസൽസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ശരിക്കും ഭയങ്കര നൈസ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് സ്ക്രീൻ ഫില്ലായിട്ട് നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ലൈക്ക് ഐ സെറ്റ്, എനിക്ക് ആ ഫോം ഫാക്ടർ, ഐ ലവ് ദിസ് ഫോം ഫാക്ടർ, ദിസ് ഇസ് സൂപ്പർ അടിപൊളി. അപ്പോൾ ഓക്കെ ഗൈസ്,